أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ربي يسر ولا تعسر ربي أرني حقائق الأشياء അഭിനന്ദനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് മൗലവി ഇസ്മായിൽ സാർ, സ്നേഹം ബഹുമാനമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദിയ മുസ്ലിം ജമാഅത്തിനെ കുറിച്ച് ഏതെങ്കിലും വിധത്തിൽ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഈ പ്രദേശത്ത് വളരെ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് തുലവും പരിമിതമായിരിക്കും. എന്നാൽ അഹമ്മദിയത്തിനെ കുറിച്ച്, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പലപ്പോഴും അഹമ്മദികളായ സുഹൃത്തുക്കളെ തങ്ങളിലേക്ക് ക്ഷണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. അത് പല ഭാഗത്തു നിന്നും അവർ മൊത്തത്തിൽ പറയാറുള്ളത് നിങ്ങൾ മുസ്ലിങ്ങളല്ല, ഇസ്ലാമിലേക്ക് വരിക എന്നാണ്. ഇത് പൊതുവേദികളിലും കേൾക്കാറുള്ള ഒരു സത്യമാണ്. വ്യക്തിഗതമായ നിലയിൽ അവർ ചെയ്തു വരുന്ന പ്രവൃത്തിയുമാണ്. നമ്മൾ ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെ നിൽക്കുന്നു എന്ന കാര്യം ഞാൻ പിന്നീട് പറയാം. അതേസമയത്ത് നമ്മെ വിളിക്കുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്, ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്ന കാര്യം കൂടി ഞങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരെങ്കിലും ഒരാൾ ഞങ്ങളെ, അഹമ്മദികളെ, ഞങ്ങളിലേക്ക് വരിക അഥവാ ഇസ്ലാമിലേക്ക് വരിക എന്ന് ക്ഷണിച്ചാൽ ഞങ്ങൾ അതിനെ എങ്ങനെ കാണും? വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആൻ നേരിട്ടൊരാൾക്ക് മനസ്സിലാവുകയില്ല. ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്കത് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് കാണുന്ന ഇസ്ലാമിനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഖുർആൻ പറഞ്ഞു തന്നത് ലക്ഷക്കണക്കിന് ഹദീസുകളിൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് അവർ ജനങ്ങളോട് കൈമാറിയിട്ടുണ്ട്.
ആ കൈമാറിയിട്ടുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ പരമ്പരയായി നിവേദനം ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അത്തരം ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് എന്താണ് ഇസ്ലാം എന്ന് അറിയാം, അഥവാ സഹാബത്തിന് ഇസ്ലാം എന്തെന്ന് അറിയാം. അതിൽ പക്ഷാന്തരമില്ല. എന്നാൽ ആ ഹദീസുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച ആ ഹദീസുകൾ അതെവിടെയാണ് എന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ, അത് പരതുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മുമ്പിൽ വരുന്ന മറ്റു ചില പ്രശ്നങ്ങൾ. ആ ഹദീസുകൾ നമ്മളിലേക്ക് എത്തിയത് തലമുറകളായി നിവേദനങ്ങൾ ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത്. ആ നിവേദന പരമ്പരയിൽ ആരെല്ലാം ഇത് നിവേദനം ശരിയായ നിലയിൽ ചെയ്തവരുണ്ട് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മറ്റൊരു ശാസ്ത്രം കൂടി പഠിക്കേണ്ടതുണ്ട്. അതായത് നിവേദക പരമ്പരയിൽപ്പെട്ട ആളുകളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളും അവരുടെ നിവേദനത്തിനുള്ള ശക്തികളും എന്തായിരുന്നു എന്ന് പഠിക്കണം. അതിന് ഇസ്ലാമിക ടെർമിനോളജിയിൽ, സാങ്കേതിക പ്രയോഗത്തിൽ അസ്മാഉ റിജാൽ എന്ന പേരിൽ ഒരു പ്രത്യേക ശാഖ തന്നെയുണ്ട്. അത് പഠിച്ച ആളുകളാണ് ഈ നിവേദകർ ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത്. അതിനുശേഷം അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഇല്ല, ഇപ്പോഴും ആരുമില്ല. ഹദീസുകൾ നേരിട്ട് പരമ്പരയിൽപ്പെട്ട ആരും തന്നെ ഇല്ല. ആ പരമ്പരയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആളുകൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ ആ പരമ്പരയിൽപ്പെട്ട ആളുകളെ കുറിച്ചുകൂടെ പഠിച്ച, ചരിത്രം പഠിച്ച ആളുകളാണ് പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്നിട്ടത് മനസ്സിലാക്കിയ ആളുകൾ മറ്റു പല നിബന്ധനകളും ഒത്ത ഒരു വ്യക്തി വിശുദ്ധ ഖുർആനെ കുറിച്ച് വിശദീകരണം എഴുതും. അയാളെ നമുക്ക് മുഫസ്സിർ എന്ന് പറയാം. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഞാനും നിങ്ങളും അറബി പഠിച്ചാൽ മനസ്സിലാവില്ല. അവർ അറബിയിൽ എഴുതിയതാണെങ്കിൽ അങ്ങനെ മനസ്സിലാവില്ല. അതിന് ഈ തഫ്സീറിന്റെ കിതാബുകളുടെ ഭാഷ പഠിച്ച മുസ്ലിയാര്, പഠിപ്പിച്ച മുസ്ലിയാക്കന്മാർ നമുക്ക് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇസ്ലാമിനെ പഠിച്ചു വന്ന് തനതായ രൂപത്തിൽ അവരുടെ കയ്യിൽ കിട്ടിയത്. ഈ തനതായ രൂപത്തിൽ കിട്ടിയ ഇസ്ലാമിൽ തന്നെയും അങ്ങനെ തനതായ രൂപത്തിൽ കിട്ടിയ ആളുകൾക്ക് ഖുതുബ ഈ മൈക്കിലോടാൻ പറ്റോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കമാണ്. ഖുതുബ അതല്ലെങ്കിൽ നമസ്കാരം മൈക്കിൽ പാടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് യഥാർത്ഥത്തിൽ ഞങ്ങളാണ് മൈക്കിൽ ഓതുന്നവരല്ല എന്നാണ് വണ്ടൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നറിയപ്പെടുന്ന കക്ഷിയുടെ വാദം. അപ്പൊ ഞങ്ങളെ ക്ഷണിക്കുന്ന മൈക്കിൽ ഓതുന്ന ആളുകളുടെ അടുത്തേക്ക് പോയാൽ മൈക്കിൽ ഓതാത്ത ആളുകളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ ബിദ്അത്തികളാണ്. ബിദ്അത്തികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സമുന്നത നേതാവ് നജീബ് മൗലവിയുടെ ഭാഷയിൽ കാഫിറുകളെക്കാൾ കടുകട്ടിയായി പിഴച്ചവരാണ്. എവിടേക്കാണ് ഞങ്ങൾ പോവുക? അത് കഴിഞ്ഞ് അങ്ങനെയല്ല, ഇത് രണ്ടും അല്ലാത്ത വേറെ ഒന്നിലേക്ക് ഞങ്ങൾ ചെന്നാൽ തൽക്കാലം മൈക്ക് ഒഴിവാക്കി മൈക്കിൽ ഓതാ എന്ന് ഞങ്ങൾ കണ്ടെത്തി അതിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. അവിടെ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അവരല്ല. അതിന്റെ കാര്യകാരണങ്ങൾ എന്നെക്കാൾ കൂടുതൽ അറിവുള്ളത് മറ്റു ഭാഗത്താണ്. അതിനെ വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതെല്ലാം കഴിഞ്ഞ് അതിന്റെ പരമ്പരയിൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ എന്ത് എന്ന കാര്യത്തിൽ തർക്കിക്കാനില്ല. അങ്ങയുടെ ഷിആറ്, അങ്ങയുടെ ശാരീരികമായിട്ട് അവശേഷിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ, അതിലേതെങ്കിലും ഒരു സാധനം ബാക്കിയുണ്ടെങ്കിൽ അതിന് ഈ നിവേദന പരമ്പര മുഖേന അത് സ്ഥാപിക്കപ്പെടുമോ ഇല്ലയോ എന്ന തർക്കത്തിൽ കുരുങ്ങി ഇസ്ലാമിനെ മുടിക്കുന്നു എന്നൊരു വിഭാഗവും അത് തടിക്കുന്നു എന്ന് മറ്റൊരു വിഭാഗവും. ഒരു അഹ്മദിയെ നിങ്ങൾ കാഫിറാണ്, നിങ്ങൾ പുറത്തുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഏത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് പോകണം? ശരി, കേരളത്തിലുള്ള ഈ 3 or 4 അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലൊക്കെ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആരും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, 4 അംഗീകരിക്കുകയില്ല. അതിലേതെങ്കിലും ഒന്നിലാണെന്ന് പറഞ്ഞാൽ 3 അംഗീകരിക്കുകയില്ല. ഇതിനൊക്കെ പുറമെ വാളയാറ് താണ്ടി കോയമ്പത്തൂരിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് അംഗീകരിക്കേണ്ടി വരും. ഇന്റർ സ്റ്റേറ്റ് ബസ്സിൽ അവിടെ ഞാൻ മുസ്ലിം ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കാഫിറാവും. രാവിലെ ബസ് കയറി 2 മണി പാലക്കാട് നിന്ന് 21ാമത്തെ കിലോമീറ്റർ പുറത്തേക്ക് എത്തുമ്പോൾ ഞാൻ ഉള്ള പ്രസ്ഥാനത്തിൽ അവിടെ മുസ്ലിമായിട്ട് എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഇതേപോലെ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇതൊക്കെ വേറെയുണ്ട്. ഇതൊക്കെ പേര് കേൾക്കുന്നതാണെങ്കിൽ പേര് പോലും കേൾക്കാത്ത എത്രയോ ഉണ്ട് ലോകത്ത്. അവിടെ നിന്ന് ഞങ്ങളോട് പറയുകയാണ്, യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന നിങ്ങൾ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ലോകത്തെ ഏത് കോണിലുള്ള ഏത് അഹ്മദിയെ കുറിച്ച് നോക്കിയാലും അയാളുടെ വിശ്വാസവും ആദർശവും അയാളുടെ ഇമാമും അയാളുടെ പ്രമാണവും അയാളുടെ ജീവിത രീതിയും ഒക്കെ ഒന്നാണ് എന്ന് പറഞ്ഞൊരു ആത്മീയ നേതാവിന്റെ കീഴിൽ നിങ്ങൾ നിന്നാലും ഞങ്ങൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്താതെ നിങ്ങൾക്ക് മുസ്ലിമാകാൻ നിവൃത്തില്ല എന്ന് പറയും. ഇനി അത് ഞങ്ങൾ പറയുമ്പോൾ സാധാരണഗതി പറയും, തമിഴ്നാട്ടിൽ ചെന്ന അണ്ണൻ തമ്പി ശണ്ടേ, അത് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള തർക്കമാണ്. അത് ശാഖാപരമായ ചില കാര്യങ്ങളിലുള്ള തർക്കമാണെന്നാണ് നമ്മളെ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നത്. ഈ ശാഖാപരമായ തർക്കം എന്ന് പറയുമ്പോൾ ആ തർക്കത്തിൽ അധിഷ്ഠിതമായി കെട്ടപ്പെടുന്ന പള്ളികളും രമ്യഹർമ്മങ്ങളും തട്ടിപ്പുകളാണ് എന്ന് പറഞ്ഞ് മറ്റു സമുദായത്തിന് അപഹസിക്കപ്പെടത്തക്ക വിധത്തിൽ ഇസ്ലാമിനെ തരം താഴ്ത്തുമ്പോൾ അത് ശാഖാപരമായ ഒരു മാറ്റമാണോ? ഇവരൊക്കെ പിഴച്ചവരാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാദം. അവര് പറയുന്നത് ഈ മുഫസ്സിരീങ്ങൾ പറയുന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഹദീസ് നിരൂപണ നിദാന ശാസ്ത്രമുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോയാൽ ഞങ്ങൾ തലവട്ടം കറക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ നിങ്ങൾ ഒരു അലി എന്ന് പറയുന്ന ഒരു നിവേദകൻ ഹദീസ് നിവേദനം ചെയ്താൽ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം 70 അലികളുണ്ട്. അതിൽ ഏതലിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്തത്, ആ 70 ഏതലിയാണെന്ന് ഞാൻ തീരുമാനിക്കണമെങ്കിൽ എനിക്ക് 70 അലിയുടെയും ചരിത്രം അറിയണം. ഈ പറഞ്ഞ അലിയുടെ മേലെയുള്ള നിവേദകൻ ആരാണെന്ന് നോക്കിയാൽ ഈ ചരിത്രം അറിയുന്ന ഒരാളാണെങ്കിൽ ആ അലിയുടെ വാപ്പ ഒരാളുടെ പേരാണെങ്കിൽ ആ അലി ആരാണെന്ന് നിർണ്ണയിക്കപ്പെടും. അതല്ല, ആ അലിയുടെ ശിഷ്യനായിട്ടുള്ള പണ്ഡിതനായിരുന്നു അയാളുടെ ശിഷ്യനായിട്ടുള്ള ഒരാളുടെ പേര് കിട്ടിയാൽ അലി നിർണ്ണയിക്കപ്പെടും. ഇതൊന്നും കിട്ടാതിരുന്നാൽ ഞാൻ അപ്പൊ തൽക്കാലം ആ ഹദീസ് ഹുജ്ജത്തിന് ചേർന്നതല്ല, യോജിച്ചതല്ല, ന്യായപൂർത്തീകരണത്തിന് അത് പറ്റുകയില്ല എന്ന് ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഖുർആനിലുള്ള ആയത്തുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വ്യാഖ്യാനമല്ല. ഹദ്റത്ത് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഉബയ്യ് ബിൻ കഅബ്, നിനക്ക് ഖുർആൻ ഓതിത്തരാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു.
അപ്പൊ അദ്ദേഹം പറയാണ് ഓതി തന്നാലും. അങ്ങനെ നബിതിന് വേണ്ടി ഓതിക്കൊടുക്കുകയാണ് ഖുർആന്റെ ആയത്ത്. ഓതിക്കൊടുക്കുമ്പോൾ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന വലൽ യഹൂദിയ വലൽ നസ്രാനിയ വലൽ മജൂസിയ. അങ്ങനെ ആയത്തുണ്ടോ എന്ന് ചോദിക്കണോ? അല്ല, അങ്ങനെയാണ് ഹദീസിലുള്ളത്. കുറ്റമറ്റ ഹദീസിൽ ഒരൊറ്റ റാവിയും നിരൂപണ ഒരുവിധത്തിലുള്ള ആരോപണത്തിനും വിധേയനാകാത്ത ശുദ്ധമായ ഹദീസിൽ തിർമിദിയിൽ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനാഖിബ് ഉദ്ധരിക്കുമ്പോൾ വന്ന ഹദീസിൽ ശരിയായ റാവികളാൽ നിവേദകരാൽ പരമ്പരയാൽ നിവേദനം ചെയ്യപ്പെട്ട ഹദീസിലാണ് അങ്ങനെ ഒരായത്തുണ്ട് എന്ന് പറയുന്നത്. അത് ഖുർആനിലുണ്ടോ? ഇല്ല. ഈ തത്വശാസ്ത്രം അനുസരിച്ച് അളന്നിട്ടാണ് ഇസ്ലാമിനെ അളക്കേണ്ടത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ശരി, അങ്ങോട്ട് പോകാം എന്ന് കരുതിയാൽ അവിടെ അള്ളാഹുവിന് കൈകാലികൾ ഉള്ളത് ശരി ജഡികമാണോ അതോ ആത്മനിഷ്ഠമാണോ എന്നാണ് ഒരു തർക്കം. അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് 4-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അള്ള ജഡികമായിട്ട് തന്നെയാണോ രാത്രിയിൽ ഇറങ്ങി വരുന്നത് അതോ അല്ലയോ എന്ന്. അതിന് ആകാശത്ത് നിന്ന് അള്ളാഹു ഇവിടെ വന്നിട്ട് തദ്ബീർ ചെയ്യുന്നു എന്ന ആയത്ത് കൊടുക്കുന്നു. അള്ള നേരിട്ട് ഇറങ്ങി വരുന്ന ജഡികമായിട്ടുള്ള അള്ളയാണ്. സൗദി അറേബ്യയെ പോലുള്ള മുജാഹിദ് ആളുകളുടെ ഗൾഫ് സലഫികളുടെ വിശ്വാസമാണ്. അങ്ങനെയല്ല, ജഡികമായിട്ടല്ല എന്നാണ്. അള്ള ആകാശത്തിലുള്ളതാണെന്ന് എന്നോട് മുജാഹിദ് പണ്ഡിതൻ ഓതിയിട്ടുണ്ട്, ആയത്ത് ഓതിയിട്ടുണ്ട്. അവ മുജാഹിദുകളിൽ ഒരു വിഭാഗം അത് ആകാശത്ത് ജഡികമാണ് എന്നും അല്ല എന്നും. ഞങ്ങൾ ഏതിലേക്കാണ് പോകേണ്ടത്? ഇനി ഏതെങ്കിലും ഒന്നിൽ പോകണമെന്ന് കരുതിയാൽ ഇസ്ലാമിൽ എത്രയോ വിഷയങ്ങളുണ്ട്. പക്ഷേ അറബി ഭാഷയിൽ 2 അക്ഷരം കൊണ്ട് പ്രയുക്തമായിട്ടുള്ള എല്ലാ പദങ്ങളും മറഞ്ഞതിനെ കുറിച്ച് കാണാത്തതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായി ജാന്നുൻ, മണലിൽ പൂഴ്ന്നു കിടക്കുന്ന പാമ്പാണത്, ചെറിയ പാമ്പ്. ജനീനുൻ, ഗർഭസ്ഥ ശിശു. ജുനൂനുൻ, ഭ്രാന്ത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ജിന്ന്, ജീമുന്നൂനും കുട്ടിയത്. അത് ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലാണ് തർക്കം. അതുണ്ടായാൽ എന്താണ്, ഇല്ലെങ്കിൽ എന്താണ്? ഒരാൾ മുസ്ലിം ഉണ്ടെങ്കിൽ മുസ്ലിമായി, ഇല്ലെങ്കിൽ കാഫറായി. അതിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഇതിലെല്ലാം മനം കൊണ്ട് നിൽക്കുന്ന മറ്റൊരു വിഭാഗം. ഇതേപോലെ ഓരോ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് വിശദീകരിക്കുവാൻ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, സത്യത്തോട് സ്നേഹമുള്ള ഏവരും വിശ്വസിക്കുന്ന ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅതി അല നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ജനങ്ങളിൽ ഒരു കാലം വരാനിരിക്കുന്നു, അന്ന് ഇസ്ലാമിൽ അതിന്റെ നാമം മാത്രമേ അവശേഷിക്കുകയുള്ളൂ, മറ്റൊന്നും അവശേഷിക്കുകയില്ല. ആ ഇസ്ലാമിൽ നാമം പോലും മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. പണ്ടൊക്കെ ഒരു പേര് കേട്ടാൽ മുസ്ലിമാണോ ഹിന്ദുവാണോ തിരിച്ചറിയും. ഇപ്പൊ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ആ സിസ്റ്റത്തെ അല്ലെങ്കിൽ പേരിനെ അല്ല ആക്ഷേപിക്കുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ പേരിലാണ് ഈ സകല പ്രസ്ഥാനങ്ങളും ഉള്ളതെങ്കിൽ അതിലേതെങ്കിലും ഒന്നേ ശരിയുള്ളൂ എന്ന് എല്ലാവരും പറയുന്നുവെങ്കിൽ പേരിന് മാത്രമല്ലേ അതാവുകയുള്ളൂ. ഖാദിയാനികൾ ന്യൂനപക്ഷമാണ്, അവരെവിടെ ഉണ്ട്, 4 ആളുണ്ട്, ഒരാളുണ്ട്, 1.25 ആളുണ്ട് എന്ന് പറയും. പക്ഷേ ആ ഉള്ള 1.25, 1.5, 1.2 ഒക്കെ കൂട്ടി ലോകത്തെവിടെയുണ്ടെങ്കിലും അത് ഒറ്റ ഖാദിയാനിയാണ്.
വിരലാട്ടിയാൽ അവൻ മുജാഹിദാവും. എവിടെ? കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ട് പോയാൽ. നമസ്കാരത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലുമ്പോൾ വിരൽ ചൂണ്ടണം, ചൂണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നിർത്തണം. അവസാനത്തെ വരെ അങ്ങനെ നിർത്തണോ അതോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ചൂണ്ടാൻ മതിയോ? ഇതൊക്കെ തർക്കം പടിയുണ്ട്. 1400 കൊല്ലമായിട്ട് ഒരു വിരൽ അവിടെ വെക്കണം എന്നും കൂടി മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ള നിസ്കാരത്തിൽ അവിടെ വെക്കണം. അത് കഴിഞ്ഞ് ഇത് ആട്ടണോ ആട്ടണ്ടോ എന്നുള്ളതാണ് വേറെ തർക്കം. ചെന്നൈയിൽ വിരലാട്ടുന്നവർ ഈ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ചെന്നൈയിലെ മക്ക മസ്ജിദ് പോലുള്ള പ്രധാന മസ്ജിദുകളിൽ വിരലാട്ടുന്നവനാണ്ട് കയറാൻ പാടില്ല. എന്തോ പള്ളിയെ പിടിച്ച് ആട്ടുന്ന മാതിരിയാണ്. നിസ്കാരത്തിൽ പള്ളി പിടിച്ച് ആട്ടുന്ന ഒരു പേടി തോന്നുന്നു. നമ്മൾ വിരലാട്ട് എന്ന് പറഞ്ഞാൽ വിരലിങ്ങനെ ആടുമ്പോൾ പള്ളിയൊക്കെ പാടെ ആടിയിട്ട് ഭൂകമ്പം ഉണ്ടായി പോകുമെന്ന് പേടിച്ചു. ഇതാണ് ഇസ്ലാം. ഇങ്ങനെയാണ് ഇസ്ലാമിനെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ്ലാമിനെ സ്ഥാപിക്കുന്നത്. വിരലാട്ടുന്നവരുടെ ഒരു സമൂഹം, വിരലാട്ടാത്തവരുടെ ഒരു സമൂഹം, ജിന്നുണ്ടെന്ന് പറയുന്നവരുടെ ഒരു സമൂഹം, ജിന്ന് ഇല്ലെന്ന് പറയുന്ന ഒരു സമൂഹം, ഇന്ന പള്ളിക്ക് ഇത്ര ആയിരമേ പിരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സമൂഹം, അത്രയല്ല ഇത്ര ലക്ഷം ഉണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹം. നബി തിരുമേനിയുടെ ആസാറുകൾക്ക് ലോകത്തെവിടെയും തന്നെ നിവേദന പരമ്പര സനദുകൾ ഉണ്ടെങ്കിൽ ആ സനദ് ഇവിടെയുള്ള ഈ അസറിലും ഉണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹം. അതേസമയത്ത് നബി തിരുമേനിയുടെ ആസാറുകൾക്ക് സനദുണ്ട്, ഇതിന് സനദ് ഇല്ല എന്ന് പറയുന്ന ഒരു സമൂഹം. എന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിന് എന്താ ഞങ്ങൾക്ക് കിട്ടുക? അതിന് സനദ് ഉണ്ടാവട്ടെ, ഉണ്ട്, ഉള്ളതാവട്ടെ, ഇല്ലാത്തതാവട്ടെ, അത് നീളും എന്നൊക്കെയാണ് കഥ. കഥയല്ല, എഴുതി വെച്ച്, കിതാബിൽ എഴുതി വെച്ചു. ഖരീബമ്മിൽ മിത്ര 1 മീറ്ററോളം നീളമുണ്ട്. സൈറ്റിൽ അവർ കൊടുത്ത അളവ് 1400 കൊല്ലക്കാലം നീണ്ടുകൊണ്ടിരുന്ന ഒരു മുടി വർഷത്തിൽ 1 ഇഞ്ച് നീണ്ടാൽ 300 ശിഷ്ടം മീറ്റർ നീളം ഉണ്ടാവും. ഇപ്പോ ആ നീണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഖരീബമ്മിൽ മീറ്റർ 1 മീറ്റർ മുറിച്ചു കളഞ്ഞാൽ 299 മീറ്റർ അവിടെ പോയി എന്നാണ് കഥ. അതിന് നിഴലില്ല, തീയിൽ കത്തൂല, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാൽ. അതേ സമയത്ത് എന്താണ് പറയുന്നത്? ഇഖ്തിലാഫ് ഉമ്മത്തി ബറക്കത്തുൻ, എന്റെ ഉമ്മത്തിലെ ഇഖ്തിലാഫ്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ബറക്കത്താണെന്ന് ചെറുതായിട്ടൊരു ഫതഹിനെ ഞാൻ കിസറാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ബർക്കത്ത് ബിർക്കത്താണ്, കുളമാണ്. ബർക്കത്താണ്, പക്ഷേ ഇവിടെ കുളമാണ് ആയിട്ടുള്ളത്. പക്ഷെ കുളം എന്നുള്ളത് അറബിയിലല്ല, മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ വരുന്ന കുളം. ബർക്കത്ത് എന്നുള്ള റൂട്ട് മീനിങ് തന്നെ ബിർക്കത്താണ്. പക്ഷെ മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ കുളമായി. ഇഖ്തിലാഫ് ഉമ്മത്തി ബിർക്കത്തുൻ, എന്റെ ഉമ്മത്തിന്റെ ഇഖ്തിലാഫ് ഇസ്ലാം കുളമാക്കി എന്ന് പറയാം, ഭാഷാന്തരം ചെയ്തുകൊണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങോട്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഞങ്ങളെ ക്ഷണിക്കുന്ന അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ഒരേ വജീനവും ഒരേ മൗലൂദും ഒരേ റാത്തീബും ഒരേ പായും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജിഹാദ് ചെയ്യേണ്ടി വരും. കാര്യമൊന്നുമില്ല, ആകാശത്ത് അമ്പിളി ഒന്ന് ഇന്നുണ്ടോ ഇല്ലേ എന്ന ഒറ്റ കാരണം ഉണ്ടാവും. പള്ളിക്കാട്ടിലെ ജിന്നിനെ കണ്ടോ ഇല്ലേ എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്ഥി കൊണ്ട് ശൗച്യം ചെയ്യരുത്, അത് ജിന്നിന്റെ ഭക്ഷണമാണ്. ഹദീസ്. ആ ജിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആരുമില്ല ദുനിയാവിൽ. മറഞ്ഞു കിടക്കുന്ന ബാക്ടീരിയയാണ്, അതുകൊണ്ട് ശൗച്യം ചെയ്താൽ രോഗമുണ്ടാകും.
അത് ചെയ്യരുത് എന്ന് നബി തിരുമേനി കൽപ്പിച്ചു. 1400 സംവത്സരങ്ങളായി അത് കൊണ്ടു നടന്നു. ആ ജിന്നിനെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതല്ല ജിന്ന്, നിങ്ങൾ കാഫിറാന്ന് പറയും. അതേപോലെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ ഒരിടത്ത് പറയുന്നു, ജിന്ന് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ മനുഷ്യൻ ഉണ്ടായിട്ടുണ്ട്. ജിന്നിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യനെ ആ സമയത്ത് അത് അഗ്നിയുടെ അവസ്ഥയിലായിരുന്നു എന്നും ഖുർആൻ പറയുന്നു. ഏകകോശ ജീവിയിൽ നിന്ന് വ്യത്യസ്ത പ്രോസസ്സിങ്ങിൽ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളെ തരണം ചെയ്ത് വരുന്ന മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ അഗ്നിയുടെ അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു ബാക്ടീരിയയുടെ നിലയിൽ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അതാണ് ജിന്ന്, ഒരു ജിന്ന് എന്ന് ഞങ്ങൾ പറയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങളെ സഹായിച്ചിരുന്ന ജിന്നുകൾ ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നഫ്റും മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഖുർആൻ കേട്ടുപോയി എന്നും ഖുർആൻ പറയുന്നു. സൂറത്തുൽ ജിന്നി എന്ന പേരിൽ ഒരു ജിന്ന് സൂറത്ത് തന്നെ ഖുർആൻ. അത് പാത്തുമ്മാന്റെ മേൽ കയറുന്ന ജിന്നല്ല, അത് മുസ്ലിയുടെ കയ്യിലുള്ള ജിന്നല്ല, മറിച്ച് കാട്ടുവാസികളായി നിലകൊണ്ടിരുന്ന, മലവാസികളായി നിലകൊണ്ടിരുന്ന സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി വരാത്ത ആളുകളായിരുന്നു ആ ജിന്ന് എന്ന് ചരിത്രവും ആ ആളുകളെയും കുറിച്ച് പഠിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ മരത്തല അല്ല മനുഷ്യത്തലയാണെങ്കിൽ അധികം ബുദ്ധിയുടെ ആവശ്യമാണ്. അതേപോലെ ലോകത്ത് പ്രത്യക്ഷമായി കാണാതെ ഖന്നാസിന്റെ പ്രവൃത്തി ചെയ്യുന്ന, ദുർബോധനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിനെ കെട്ടികളിലൂതി വിച്ഛേദിച്ച് ഭിന്നിപ്പുകളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന സമൂഹങ്ങളെ കുറിച്ച് ജിന്നെന്ന് ഖുർആൻ ആ പദത്തിൽ വ്യവഹരിച്ചിട്ടുണ്ട്. അത്തരം ജിന്നുകളായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് സമൂഹങ്ങളെയും നമ്മൾ കാണുന്നു. ഇതിനൊക്കെ പുറമെ മനുഷ്യനെ ദ്രോഹിച്ച ജിന്നിനെ കുറിച്ച് എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല ഇസ്ലാം. പള്ളിക്കാട്ടിൽ തൂങ്ങി നടക്കുന്ന ഈ ജിന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇസ്ലാം പറയുന്നില്ല. സത്യസന്ധരായിട്ടുള്ള സൂഫി വര്യന്മാരായിട്ടുള്ള നല്ല മനുഷ്യന്മാർ ലോകത്തുള്ള പല കാര്യങ്ങളും നാം കാണാത്തത് കണ്ട കൂട്ടത്തിൽ അത്തരത്തിലുള്ള അദൃശ്യരായിട്ടുള്ള ജിന്നുകളെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതിനെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ ദ്രോഹിക്കും, നിങ്ങൾ കഷ്ടപ്പെടരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടു എന്ന് മാത്രം. ഡേവിഡ് ആറ്റൻബറോയെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ജീവികളെ കുറിച്ച് അവരുണ്ടാക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ കർണപടങ്ങളിലേക്ക് കയറി വരികയും ആ കാതിനത് കേൾക്കുന്ന വിധത്തിലുള്ള ഒരു ഫ്രീക്വൻസിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പൊട്ടിപ്പോകും. ആ വിധത്തിലുള്ള ജീവികൾ, ചെറിയ ജീവികളുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ കാണാത്ത നാം അതില്ല എന്ന് നിഷേധിക്കേണ്ടതില്ല, ഉണ്ടാവും. അതേപോലെ ആരെങ്കിലും സത്യസന്ധനായ ഒരാൾ ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ണടച്ച് നിഷേധിക്കേണ്ട, നമ്മെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല, അത് അയാൾ കണ്ടോട്ടെ. അതിനുവേണ്ടി ഇസ്ലാമിനെ കുട്ടിച്ചോറാക്കണം. അതിന് ഹദീസിൽ എന്താണ്, മറ്റതിലും ഞാൻ നേരത്തെ ഇതൊക്കെ ഹദീസും തഫ്സീറും പറഞ്ഞെന്തിനാ അറിയോ? ഈ അന്വേഷിക്കുന്ന രീതി ഇതാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹദീസ് നിദാന നിരൂപണ ശാസ്ത്രപ്രകാരം ചെല്ലുമ്പോൾ നിരൂപണ നിദാന ശാസ്ത്രം അനുസരിച്ച് ഒരു ഹദീസ് ശരിയാണെന്ന് തെളിഞ്ഞാൽ പോലും അത് ഖുർആന്റെ ആയത്തിന് വിരുദ്ധമാണ് എന്നതിനാണ് തുടക്കത്തിൽ ഒരു ആയത്തോതിയത്. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ് ദേശസ്നേഹം എന്ന് രാഷ്ട്രീയ വേദികളിൽ വരെ ഉയർന്നു വരുന്ന ഹദീസാണ്. ലോകത്ത് ഒരൊറ്റ ഹദീസിന്റെ കിതാബിലും ഇത് നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് വാസ്തവം. നിവേദകർ പോട്ടെ, ഹദീസിന്റെ കിതാബായ ലോകത്തുള്ള ഒരു ഹദീസിന്റെ കിതാബിലും ഇങ്ങനെ ഒരു ഹദീസ് എഴുതപ്പെട്ടിട്ടില്ല. അങ്ങനെ എത്ര ഹദീസുകൾ ഉണ്ടെന്നറിയുന്നു. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ ഇസ്ലാമിനെ കുട്ടിച്ചോറാക്കാൻ
ഇസ്ലാമിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, സ്ഥാപനവൽകൃത ഇസ്ലാമുകളെ വളർത്തുവാൻ, മുസ്ലിങ്ങളെ തളർത്തുവാൻ പണ്ഡിതന്മാരുടെ ഈഗോ പ്രകടിപ്പിക്കുവാൻ, അവരുടെ പാണ്ഡിത്യം പ്രഘോഷിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി വെക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങൾ വെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഖുർആൻ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലാഹു ഇറക്കിയ ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിലും ഹൃദയങ്ങൾ ഭയചകിതമാകുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് ഭയചകിതമാകുന്നതിന് വേണ്ടി സമയമായിട്ടില്ലേ? അവർ വലാതകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, ഇതിനു മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആയിത്തീരാതിരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് സമയമായിട്ടില്ലേ? മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ട യഹൂദികൾക്ക് എന്തെല്ലാം സംഭവിച്ചോ അതൊക്കെയും ഇവിടെ സംഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് ഈ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ വേദികളിൽ നിന്ന് നാം തന്നെ കേട്ട് കാണാതെ പഠിച്ചുപോയി. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അനുഗമിക്കുമെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്. അപ്പോ ആ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുഗമിക്കുന്നവർ ആരാണ് എന്ന് സഹാബത്ത് ചോദിക്കുകയാണ്. അൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസാറാക്കളുമാണോ? നബി തിരുമേനി പറയാണ് ഫമൻ, വേറെ ആരാണ്? അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യഹൂദി നസാറാക്കളെ പിൻപറ്റുന്ന സമൂഹം ഇവിടെ മുസ്ലിം ഉമ്മത്തിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ യഹൂദികളും നസാറാക്കളും ഇങ്ങോട്ട് കയറി വന്നിട്ട് അവര് ഞങ്ങൾ മുസ്ലിമാന്ന് പറയുന്നല്ല, അവർ ഇസ്ലാമിനെ ആക്രമിക്കുമെന്നല്ല, ഈ ഉമ്മത്തിലുണ്ടാകുന്ന. അതുകൊണ്ട് തന്നെ ഇത് ഹദീസിന്റെ ആൾക്കാർക്കാണെങ്കിൽ തഫ്സീറിന്റെ ആൾക്കാർക്ക് നിങ്ങൾ സലാം പറയുക യഹൂദികളോടും നസാറാക്കളോടും വലാ തുസല്ലിമു വലാ അലൽ യഹൂദി വൻ നസാറ മിൻ ഉമ്മത്തി, നിങ്ങൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട യഹൂദി നസാറാക്കളോട് സലാം പറയരുത് എന്ന് ഹദീസുണ്ടെന്ന് മറ്റൊരു കിതാബിലുണ്ട്. അപ്പൊ ഈ ഒരു ഹദീസ് യഹൂദി നസാറാക്കൾക്ക് സമാനമായ ആളുകൾ ഇവിടെ ഉണ്ടാകും, അവരോട് ചാണിന് ചാണായും മുഴത്തിന് മുഴമായെന്ന് പറയണ്ട, അവരോട് ഏകദേശ സാദൃശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സാദൃശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോലും അവരിലുള്ള 6 അംശമുണ്ടെങ്കിൽ ലോജിക്കിന്റെ ഭാഷയിൽ അതിന് സാദൃശ്യം എന്ന് പറയാം. ഏതെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അതിന് സാദൃശ്യം എന്ന് പറയാം. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 100% സാദൃശ്യം എന്ന നിലയിലാണ് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്ന് പറഞ്ഞ് അതിനേക്കാൾ ഹീനമായ ഒരു കൃത്യത്തെ കൂടി എടുത്തു ധരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവർ കൂടെ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. നബി തിരുമേനിയുടെ വാക്കുകൾ അതിശയോക്തികളല്ല, മറ്റൊരുക്തികളുമല്ല, യാഥാർത്ഥ്യ വിവരണങ്ങളാണ്. നബി തിരുമേനി ഹക്ക് മാത്രമേ പറയൂ. അത് ഹക്കാണ് പറയുന്നതെങ്കിൽ നസാറാക്കളിൽ ചെന്ന് അന്വേഷിക്കുക. യേശു, മറിയം എന്നിവരുടെ സ്ഥാനത്തെ കുറിച്ച് തർക്കിച്ചുകൊണ്ടാണ് പ്രധാനമായും ക്രിസ്ത്യാനിറ്റി രണ്ടായി നിലകൊണ്ടത്. അള്ളാഹുവിന്റെയും മുഹമ്മദ് നബിയുടെയും സ്ഥാനത്തെ കുറിച്ച് തർക്കിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളും രണ്ടായി നിലകൊള്ളുന്നത്. യഹൂദികൾ പറയുന്നു നസാറാക്കൾ ഒന്നുമല്ല,
അതേപോലെ നസാറാക്കൾ പറയുന്നു യഹൂദികളൊന്നുമല്ല. അതേപോലെ എന്റെ ഉമ്മത്തിൽ യഹൂദി നസാറാക്കളെ പിൻപറ്റുമെന്ന് പറയുന്ന സമൂഹം എന്റെ ഉമ്മത്തിലുള്ള യഹൂദി നസാറാക്കളോട് സലാം ചൊല്ലരുതെന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന സമൂഹം ഓരോരുത്തരും പറയുന്നത് അവരൊന്നുമല്ല ഞങ്ങളാണെന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന് ശേഷം പറയുകയാണ് ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു വിഭാഗം യഹൂദികൾ പറയുന്നു അവരൊന്നുമല്ല, ക്രിസ്ത്യാനികൾ ഒന്നിനുമല്ല, ഞങ്ങളാണ് ശരിയെന്ന്. എന്നാൽ ക്രിസ്ത്യാനികൾ പറയുന്നു യഹൂദികൾ ഒന്നിനുമല്ല, ഞങ്ങളാണ് ശരിയെന്ന്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, ബല അവർ പറയുന്നതൊക്കെയും നിഷേധിച്ചുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തുക. യഥാർത്ഥത്തിൽ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി, തന്റെ മുഖത്തെ തന്റെ മുഴുവൻ ശ്രദ്ധയെയും അള്ളാഹുവിലേക്ക് തിരിക്കുന്ന ആളാണ്. വഹുവ മുഹ്സിനുൻ, മനസാ വാച കർമ്മണ അവൻ തിരിച്ചു എന്ന് മാത്രമല്ല, അവന്റെ വാങ്ങുമാത്രമായ വിശ്വാസത്തിൽ അവൻ നിലകൊള്ളുന്നില്ല, മറിച്ച് അവന്റെ പ്രവൃത്തി പദത്തിൽ ആ ഇസ്ലാമിനെ കൊണ്ടുവരുന്നവരാണ്. അവർക്ക് ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, റബ്ബിൽ നിന്നുള്ള അജ്ർ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിന് ഈ ആയത്തനുസരിച്ചുള്ള അജ്ർ ലഭിച്ചുകൊണ്ടിരുന്നുവോ ഇല്ലയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബത്തിനെ പിൻപറ്റി വന്ന താബിഈങ്ങൾക്ക് അവർ ഇസ്ലാം സ്വീകരിക്കുകയും മുഹ്സിനായി ജീവിക്കുകയും ചെയ്തതിന്റെ പരിണിതിയായി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിച്ചുകൊണ്ടിരുന്നോ ഇല്ലയോ? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, ഒന്നിനെ കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല എന്ന അവസ്ഥ നാം സഹാബത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? മുജാഹിദുകൾ ഒന്നുമല്ല എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒന്നുമല്ല എന്ന് പറയുന്ന മുജാഹിദുകളും, ഇവർ രണ്ടുപേരും ഒന്നുമല്ല എന്ന് പറയുന്ന സുന്നികളും, അതല്ല ഇതൊക്കെയും ശരിയല്ല എന്ന് പറയുന്ന തബ്ലീഗുകാരും, അങ്ങനെ ലോകത്ത് റാബിത്തത്തുൽ ആലമിയിൽ ഇസ്ലാമിയയിൽ അംഗങ്ങളായ 140ഓളം വരുന്ന സംഘടനകളൊക്കെയും പറയുമ്പോൾ ആ ലോകത്ത് ഏതെങ്കിലും ഒരു മുസൽമാൻ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു വിധത്തിലുള്ള ഭയപ്പാടും ഞങ്ങൾക്കില്ല, ഒരു കാര്യത്തിലുള്ള ദുഃഖവും ഞങ്ങൾക്കില്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനത്തിൽ അള്ളാഹുവിന്റെ അജ്ർ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറയുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ കക്ഷികളിൽപ്പെട്ട ആളായിക്കൊണ്ട് ലോകത്ത് നിലകൊള്ളുന്നുണ്ടോ? അതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറഞ്ഞു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, യഥാർത്ഥത്തിലുള്ള നേരായ പാത ഇസ്തിഖാമത്തിന്റെ വഴി എന്റെ ഈ വഴിയാണ്, നീ പ്രഖ്യാപിക്കുക. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുല, ഭിന്ന മാർഗങ്ങളെ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതാണ് എന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ്. നിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി പിരിഞ്ഞാൽ നിങ്ങളുടെ റീഹ്, നിങ്ങളുടെ കാറ്റ് പോകുന്നതാണ്, നിങ്ങളുടെ പ്രധാന ലോക മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള കക്ഷികളുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ബിമാ ലദൈഹിം ഫരിഹൂൻ, അവരുടെ കയ്യിലുള്ളതിന് അവർ കൊട്ടിഘോഷിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കും. ജിന്ന് ഉണ്ട് അതാണ് ശരി എന്ന് പറഞ്ഞ് സന്തോഷിക്കും, ജിന്ന് ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കും. ആസാമികൾക്ക് സനദുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കും, ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അങ്ങനെ ഓരോ കക്ഷിയും തങ്ങളുടെ കയ്യിലുള്ളതിനെ വെച്ച് സന്തോഷിച്ച് ആർത്ത് തുള്ളിച്ചാടുന്ന സമൂഹത്തെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞത്? ഭിന്നമാർഗങ്ങളെ പിൻപറ്റിയാൽ ഇങ്ങനെ ആവും. ഖാദിയാനികളെ എല്ലാവരും കൂടിയിട്ട് പുറത്താക്കിയതാണ്. അകത്തുള്ളവന്റെ കഥയെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്
നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെ പിൻപറ്റാതിരുന്നാൽ, മറ്റു മാർഗങ്ങളെ പിൻപറ്റിയാൽ നിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി പിരിഞ്ഞു പോകും, നിങ്ങളുടെ കാറ്റുപോകും. ഈ കക്ഷികളുടെ കിടമത്സരം കാണുമ്പോൾ ഖുർആന്റെ ഈ ആയത്തിന്റെ പുലർച്ചയായിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് തലയുടെ ആവശ്യമുണ്ടോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തഫറഖത്തിൽ യഹൂദു അലാ സിൻതൈനി വസബഈന മില്ല, യഹൂദി 73 കക്ഷികളായി പിരിഞ്ഞു. വതത്തരിഖു ഉമ്മത്തി അലാ സലാസി വസബഈന മില്ല, എന്റെ ഉമ്മത്ത് ഒന്നുകൂടെ മുന്നോട്ട് കയറി 73 പിരിയും. അത് തന്നെയാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ അവസാനമുള്ളത്. വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, കിതാബ് നൽകപ്പെട്ട നിങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? അവർക്ക് എന്ത് സംഭവിച്ചു? കിതാബ് നൽകിയതിനു ശേഷം ഫതാല അലൈഹിമുൽ അമദ്, ഒരു നീണ്ട കാലം കഴിഞ്ഞപ്പോൾ ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഖുർആനിൽ ഹൃദയങ്ങൾ കടുത്തുപോയ കാര്യം സൂറത്തുൽ ബഖറയിൽ യഹൂദികളെ കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകളെ പോലെ ആകാതിരിക്കാനുള്ള സമയമായിട്ടില്ലേ എന്ന് സൂറത്തുൽ ഹദീദിൽ ചോദിക്കുമ്പോൾ അതിനുശേഷം ഖുർആൻ പറയുന്നു, യഅലമു അന്നല്ലാഹ യുഹീൽ മൗത യുഹീൽ അർള ബഅദ മൗതിഹാ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിശ്ചയം അല്ലാഹയാണ് ഈ നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നവൻ. വർഷപാതമില്ലാത്ത കാലഘട്ടത്തിൽ, ചൂടുകാലത്ത് സൂര്യന്റെ കൊടുങ്കാലം കൊണ്ട് ഊഷരമായി മാറുന്ന ഭൂമി വർഷപാതം ഉണ്ടാകുമ്പോൾ സസ്യലതാദികൾ തളിർത്ത് വളരുകയും ആ വർഷത്തിന്റെ അടയാളമായി കാണുകയും ചെയ്യും. അതേ ജീവനില്ലാതെ ശുഷ്കിച്ച് വാടിക്കരിഞ്ഞു കിടക്കുന്ന ചെടികൾ പച്ച നിറമുള്ള ജീവനെ അവിടെ കാണിച്ചു തരും. സകല ജീവന്റെയും അടയാളമായ പച്ച നിറത്തെ അത് നമുക്ക് കാണിച്ചു തരും. അതേപോലെ ഖുർആൻ വിവരിച്ച വിവരണമാണിത്. അതേപോലെ നിർജീവമായ ഈ ഇസ്ലാമിന്റെ സജീവത ലോകത്ത് വെളിപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്ന് പറയുന്നു. ആ സജീവത വെളിപ്പെടുത്തി ഇസ്ലാമിനുള്ള സജീവത, മറ്റൊരു മതസ്ഥനും അവകാശപ്പെടാൻ സാധിക്കാത്ത സജീവത എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ സജീവത, വിശുദ്ധ ഖുർആൻ പറയുന്ന സജീവത, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കും. ആ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, തന്റെ റബ്ബിൽ നിന്നുള്ള തന്റെ നാഥനിൽ നിന്നുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും. ആ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട എന്ന സന്ദേശമാണ്. ഇതേ കാര്യം, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത് എന്ന സന്ദേശം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, നിശ്ചയം അല്ലാഹു ഞങ്ങളുടെ റബ്ബാണെന്ന് പറയുന്ന ആളുകളുടെ മേൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങും. ആ മാലാഖമാർ ഇറങ്ങുന്നത് വെറുതെയല്ല. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്, അല്ലാ തഖാഫു വലാ തഹ്സനു എന്ന സന്ദേശം കൊണ്ടായിരിക്കും എന്ന് ഖുർആൻ പറയുന്നു. അഹ്മദിയ മുസ്ലിം ജമാഅത്തും ഇതര കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നിലകൊള്ളുന്നത്. അല്ലാഹു സൃഷ്ടിച്ച ഏത് സാധനം എടുത്താലും, ഹദരത്ത് മിർസാ ഗുലാം അഹ്മദ് അലൈഹി ഇസ്ലാം പറയുന്നു, അല്ലാഹു സൃഷ്ടിച്ച സർവചരാചരങ്ങളിൽ ഏത്, അത് സചേതനമാകട്ടെ അചേതനമാകട്ടെ, ഒരു ഹജർ ഷജർ, ഒരു കല്ലാവട്ടെ ഒരു മരമാകട്ടെ, അതിനെ എടുത്താൽ
അതിന്റെ ഖാസിയത്ത്, അതിന്റെ തനിത്തന്മ, തനിഗുണം, ഉസ്കി ഹുദൂദ്, അതിന്റെ ആ തനിഗുണത്തിന്റെ തനിത്തന്മയുടെ അതിരുകൾ നിർണ്ണയിക്കുവാൻ ലോകത്താർക്കും സാധ്യമല്ല. ഒരു ഇലയ, ഒരു കാഞ്ഞിരത്തിന്റെ ഇലയുടെ കയ്പ്, അതിന്റെ അതിരേതാണെന്ന് നിർണ്ണയിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഖാസിയത്ത് എന്ന അറബി പദത്തെ വെർച്യു, പെക്കുലാരിറ്റി, ക്വാളിറ്റി എന്നീ 3 ട്രാൻസ്ലേഷനുകളാണ് അറബിക് ഡിക്ഷണറികളിൽ നൽകിയിട്ടുള്ളത്. അതിന്റെ തനിത്തന്മയും തനിഗുണവും അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥ സ്വഭാവ വൈശിഷ്ട്യവും ലോകത്തുള്ള ഒരു കല്ലിന്റെയും ഇലയുടെയും അത് നിർണ്ണയിക്കുവാൻ ആരാലും സാധ്യമല്ല. അതേപോലെ അല്ലാഹുവിന്റെ കലാമിന്റെ ഖാസിയത്ത്, അതിന്റെ അർത്ഥവ്യാപ്തിയുടെ പരിധികൾ നിർണ്ണയിക്കുവാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരിക. ഒരു രാത്രി മുഴുവൻ ഖുർആനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിന്റെ തഫ്സീറാണ് രാവിലെ വരെ എന്നെ പഠിപ്പിച്ചത് എന്ന് ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അലിയെ ഉദ്ധരിച്ചുകൊണ്ട് നിവേദനം ചെയ്യുന്നു. ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജീനാ ബിമിസ്ലിഹി മദദ. എന്റെ റബ്ബിന്റെ കലിമത്തുകൾക്കായി, കലിമത്ത് എന്ന അറബി ഭാഷയിലുള്ള പദം തന്നെ പ്രതികരണമുണ്ടാക്കുന്നത് എന്ന റൂട്ടർത്ഥത്തോടു കൂടിയാണ് പ്രയുക്തമായിട്ടുള്ളത്. അൽ കലിമത്തു എന്ന് പറഞ്ഞാൽ മുറിവിനെയാണ് പറയുന്നത്, ശരീരത്തിൽ വരുന്ന മുറിവിനെ. ഒരു മുറിവ് വന്നാൽ അതിന് പ്രതികരണമുണ്ടാകും. റബ്ബിന്റെ കലാമിന് ലോകത്തൊരു വിപ്ലവത്തിന്റെ പ്രതികരണം ഉണ്ടാക്കും. ആ പ്രതികരണം ഉണ്ടാക്കുന്ന ഈ വചനങ്ങൾക്ക് തഫ്സീറുകൾ എഴുതുകയാണെങ്കിൽ സപ്തസാഗരങ്ങൾ മഷിയായി വന്നാലും ഭൂതലത്തിലുള്ള സർവ്വ വൃക്ഷലതാദികളും തൂലികയായി പരിണമിച്ചാലും അള്ളാഹുവിന്റെ കലാം എഴുതി തീർക്കാൻ സാധ്യമല്ല എന്ന് ഖുർആൻ അടിക്കടി ആവർത്തിച്ചു പറഞ്ഞ സത്യമുണ്ടെങ്കിൽ ആ ഖുർആനെ, അള്ളാഹുവിന്റെ കലാമിനെ പൂർവകാലത്ത് പറഞ്ഞത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് അവരുടെ വാദം. ചാണകത്തിൽ നിന്ന് ഗോബർ ഗ്യാസ് പുതിയതുണ്ടാവാം, അള്ളാഹുവിന്റെ കലാമിന് പുതിയ ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല. ആ കലാമിൽ നിന്ന് ഉണ്ടാകുന്ന സാധനം എന്തായിരിക്കണം? ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, പരിശുദ്ധരെയല്ലാതെ തൊട്ടു നീണ്ടുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതിന് ഒന്നുകൊടുത്തോനെ ഖുർആൻ തൊടാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഖുർആൻ എന്താണ് പറഞ്ഞത്? അല്ലാഹു മുത്തഹ്ഹറൂൻ. അറബി ഭാഷ അറിയുന്നവരത് മനസ്സിലാക്കും. അല്ലാഹു പരിശുദ്ധരാക്കിയവർക്കല്ലാതെ ഇത് തൊട്ടു തീണ്ടുകയില്ല എന്നാണ്. അല്ലാത്തവരുടെ കഥ എന്താണ്? ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതുൻ മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്. അവനാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് നിനക്ക്. അതിൽ ചില ആയത്തുകൾ ഖണ്ഡിത വചനങ്ങളാണ്, അതതിന്റെ മൂലങ്ങളാണ്. വഉഖറു മുതശാബിഹാത്, മറ്റുള്ളവ, മറ്റു ചിലത് ഉപമാലങ്കാര പ്രയോഗങ്ങളാണ്, സദൃശ വചനങ്ങളാണ്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅ്വീലി. ഹൃദയങ്ങളിൽ വക്രതയുള്ളവർ, അടിവരയിട്ട് കേൾക്കുക, ഹൃദയങ്ങളിൽ വക്രതയുള്ളവർ അതിൽ ഉള്ള മുത്തശാബിഹാത്തിന്റെ പിന്നാലെ പോകും, ഉപമാലങ്കാര പ്രയോഗങ്ങളുടെ പിന്നാലെ പോകും. ഫിത്നകൾ ഉദ്ദേശിച്ചുകൊണ്ട്
ജിന്നിന്റെ പ്രശ്നമാകട്ടെ, മുടിയുടെ പ്രശ്നമാകട്ടെ, പള്ളിയുടെ പ്രശ്നമാകട്ടെ, പണപ്പിരിവിന്റെ പ്രശ്നമാകട്ടെ, ഇസ്ലാമിക ലോകത്ത് അതുകൊണ്ട് ഫിത്നയുണ്ടായോ അതോ ബർക്കത്തുണ്ടായോ എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുന്നത് ലോകൈക ഇസ്ലാമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളുടെ അന്തരാളങ്ങളിൽ ഇപ്പം അടുത്ത മോഡൽ അപ്പം നിർത്തണം. കാരണം പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് എത്തൂല. ഔട്ടോ ഓർഡർ اللهم رب هذه الدعوة التامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഞാൻ നിർത്തിവെച്ചത് അള്ളാഹുവിൻ്റെ കലാമിന് രണ്ട് വശങ്ങളുണ്ട് എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ഒന്ന് മുഹക്കമാത്ത്, അത് ഹുന്ന ഉമ്മുൽ കിതാബ്, ഖണ്ഡിതമായ വചനങ്ങൾ. പുറത്തേക്കുള്ള ലൈറ്റിന് 3 ഒഴിവാക്കി അതിൻ്റെ ലോഡ് കുറച്ച് കൊടുക്കാൻ മതി. ലോഡ് കുറച്ച് ഫീസ് പോകുന്ന ലോഡ് കൂടിയിട്ട് എത്ര വീഴുന്നു? ഇളകിപ്പോവാ. നേരെ സ്കൂളിൽ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ പറഞ്ഞു.
ബട്ടിക്കൊള്ളി നോക്കി. അള്ളാഹുവിൻ്റെ കലാമിൽ അഥവാ വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിത വചനങ്ങളും ഉപമാലങ്കാര പ്രയോഗങ്ങളും അഥവാ മുത്തശാബിഹാത്തും മുഹക്കമാത്തും ഉണ്ട് എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു. ഈ മുത്തശാബിഹത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഫിത്നയുണ്ടാക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഉപമാലങ്കാരങ്ങളുടെ പിന്നാലെ പോകുന്നു. സുന്നികൾ പോകുന്നു എന്ന് മുജാഹിദ് പറയുന്നു, മുജാഹിദ് പോകുന്നു എന്ന് സുന്നി പറയുന്നത് തൽക്കാലം ഞാൻ വിസ്മരിക്കുകയാണ്. പരസ്പരം പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഫിത്ന സമൂഹത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ, അത് ഒരേ സമൂഹത്തിൽ തന്നെ ഫിത്ന ഉണ്ടാവുകയാണെങ്കിൽ, കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ, ഹൃദയത്തിൽ വക്രതയുള്ളവർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നത് ഉറപ്പല്ലേ? അതേസമയത്ത് അത്തരം സാഹചര്യങ്ങളിൽ ആ വക്രത ഒഴിവാക്കുന്ന ആളുകളുടെ നിജസ്ഥിതി എന്തായിരിക്കുമെന്ന് ഖുർആൻ തുടർന്ന് പറയുന്നു. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹു വറാസിഖൂന ഫിൽ ഇൽം. അതിന്റെ യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനം അല്ലാഹുവും റാസിഖൂന ഫിൽ ഇൽമി, അറിവിൽ രൂഢമൂലമായിട്ടുള്ള ആളുകൾക്കുമല്ലാതെ അറിയുകയില്ല. അല്പം എന്റെ സഹോദരന്മാരെന്നോട് എന്റെ കൂടെ വന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് നല്ലപോലെ ഗ്രഹിക്കുക. അള്ളാഹുവിന്റെ കലാമ് മനസ്സിലാക്കുന്നത് അള്ളാഹുവാണ്. അല്ലാതെ ആർക്കും അതറിയുകയില്ല. അതിനുശേഷം രൂഢമൂലമായിട്ടുള്ള വേരുറച്ച ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ റാസിഖൂന ഫിൽ ഇൽമിൽ ഉൾപ്പെട്ടിരുന്നോ ഇല്ലേ? നബി തിരുമേനിക്ക് ഖുർആൻ അറിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഖുർആൻ അറിഞ്ഞിരുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യവും. റാസിഖൂന ഫിൽ ഇൽമിൽ ഏറ്റവും പ്രഥമനാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങക്കുണ്ടായിരുന്ന അറിവിൽ രൂഢമൂലമായ ആ വേരുകൾ എവിടെയായിരുന്നു? എവിടെ നിന്നാണ് ആ അറിവുകൾ വന്നിരുന്നത്? എന്റെ റബ്ബേ, എനിക്ക് നീ അറിവിനെ വർദ്ധിപ്പിച്ചതാ എന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രവാചകൻ. റബ്ബി ശഹ്രി സ്വദരി വയസ്സിർ ലി അംരി, എന്റെ ഹൃദയത്തെ നീ പ്രവിശാലമാക്കുക, എനിക്ക് കാര്യങ്ങളെ നീ എളുപ്പമാക്കിത്ത, എന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയുവാനുള്ള കഴിവും പ്രാപ്തിയും എനിക്ക് നീ നൽകിയാലും എന്ന് മൂസാ നബിയെ ഉദ്ധരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രാർത്ഥനകൾ വൃഥാവിലായി പോയോ? ഇല്ല. പ്രവാചകന് അജ്ഞാനം നൽകപ്പെട്ടു. എവിടെ നിന്ന്
നൽകപ്പെട്ടു. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി തിരുമേനി സ്വേച്ഛപ്രകാരം ഒന്നും സംസാരിച്ചില്ല, വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഖുർആനെ കുറിച്ചല്ല പറഞ്ഞത്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, നസ്സലഹു, അതിനെ ഇറക്കിയത് മുഹമ്മദ് നബിയുടെ ഖൽബിലാണെന്ന് ഖുർആൻ പറയുന്നു. അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത പ്രവാചകന് ആ സംസാരിച്ചതഖിലവും ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അപ്പൊ ഖുർആനിക ജ്ഞാനം ഏറ്റവും ഉച്ചയിൽ നൽകപ്പെട്ട വ്യക്തി ഖുർആനിക ജ്ഞാനങ്ങളുടെ ലോകത്തോട് പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലുള്ള വ്യക്തിയാണ് പറഞ്ഞതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് കുല്ലും മിൻ ഇൻദി റബ്ബിനാ, എല്ലാം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരല്ലാതെ ആരും തന്നെ ഉപദേശം ദിക്ർ സ്വീകരിക്കുന്നില്ല. എന്താണ് ദിക്ർ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ, ഈ ദിക്റിനെ നാമാണ് ഇറക്കിയത് എന്ന് പറഞ്ഞ ആ ഖുർആനെ കുറിച്ച് പറയുന്ന പരാമർശത്തിൽ വമാ യദക്കറു, ദിക്ർ അവർ സ്വീകരിക്കുന്നില്ല, ഉപദേശം അവർ സ്വീകരിക്കുന്നില്ല. അത് അൽബാബാണെന്ന് പറയുന്നു. അറബി ഭാഷയിൽ ലുബ്ബ് എന്ന് പറയുന്നത് ദൈവദത്തമായ മസ്തിഷ്കത്തെ, ദൈവദത്തമായ ബുദ്ധിയെ മലീമസപ്പെടുത്താത്ത ആളുകൾക്കാണ് അൽബാബ് എന്ന് പറയുന്നത്. ഖുർആനിൽ പറഞ്ഞ മുഴുവൻ ലുബ്ബിനെ കുറിച്ചുള്ള പ്രയോഗവും അതേ അർത്ഥത്തിലാണ് പ്രയോഗിച്ചത് എന്ന് ഖണ്ഡനഭേദമന്യേ ഞാൻ പറയുകയാണ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമായ പ്രവാചകൻ, ആകാശഭൂമികളുടെ പ്രകാശമായ അല്ലാഹുവിന്റെ പ്രകാശത്തിന് ഉദാഹരിക്കപ്പെട്ട മസൽ നൂരിഹി കമിഷ്കാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന പ്രവാചകൻ, ആ നൂറിനാൽ നിർഭരമായ പ്രവാചകനെ ഖുർആൻ വ്യാഖ്യാനിച്ചത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ആ വഹീനെയാണ് ഹദീസ് എന്ന് നാം പറയുന്നത്. അപ്പൊ ഇനി സഹാബത്ത് പറയുന്ന വ്യാഖ്യാനമാണെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയ വ്യാഖ്യാനമാണ്. അത് കൂടാതെ സഹാബത്തിൽ പലരും പറഞ്ഞ വ്യാഖ്യാനങ്ങൾ സിഹാഹുൽ സിത്തയുടെ കിതാബുകളിൽ തന്നെ കാണുന്നു. അവരെവിടെ നിന്ന് പറഞ്ഞു? ഉലുൽ അൽബാബിൽപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് പറഞ്ഞു? അതേ സ്രോതസ്സിൽ നിന്ന് മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ, മറ്റൊരു സ്രോതസ്സിൽ നിന്ന് പറയാൻ നിവൃത്തിയില്ല. അത് വഹീന്റെ സ്രോതസ്സാണ്. ഹദരത്ത് ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് നബി തിരുമേനി മുകല്ലമാണ്, അല്ലാഹുവിനാൽ ഭാഷണം സിദ്ധിക്കുന്ന ആളാണ് എന്ന് നബി തിരുമേനി പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് ബുഖാരിയിൽ കാണാം. സഹാബത്തിന് ആ വിധത്തിലുള്ള അറിയിപ്പുകൾ അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ സാക്ഷ്യങ്ങളുണ്ട്. സുന്നികളുടെ തത്വമനുസരിച്ച് 70 വാതിൽ തുറന്നാറേനിക്കല്ല ആരുമറിയാത്ത ഇൽമാലാതെന്നോവർ, ആരുമറിയാത്ത ഇൽമുകൾ തുറന്നുകൊടുത്ത അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അവരെന്തുകൊണ്ട് പറഞ്ഞു? ദൈവികമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അവരാണ് റാസിഖൂന ഫിൽ ഇൽം. ആ അറിവുകൾ ഒരു കാലത്തും അവസാനിക്കുകയില്ലെന്ന് ആ ഖുർആൻ തന്നെ പറയുന്നു. അത് മുൻകാലത്ത് അവസാനിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസാനിച്ചു പോയി എന്ന കാര്യത്തിലാണ് മുസ്ലിം കക്ഷികൾ അഖിലവും തർക്കിച്ച് നിലകൊള്ളുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞത് എന്താണ്? ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ അതിന്റെ ലിപികൾ മാത്രം അവശേഷിക്കുന്നു. അഹ്മദിയ മുസ്ലിം ജമാഅത്തും ഇതര മുസ്ലിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ മർമ്മം അവിടെയാണ്. ഈസാ നബി മരിച്ചോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല. നിങ്ങൾ ഇബ്രാഹിം നബിയാണ് മരിച്ചിട്ടില്ല, അദ്ദേഹമാണ് തിരിച്ചു വരിക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി മരിച്ചു എന്ന് ഞങ്ങൾക്ക് ആയത്തോതി അദ്ദേഹം അല്ല തിരിച്ചു വരേണ്ടത് എന്ന് സ്ഥാപിക്കേണ്ടിയിരുന്നു. മരിച്ചുപോയ പ്രവാചകൻ ഈസാ നബിയാണ് മരിച്ചു പോയിട്ടില്ല,
അദ്ദേഹമാണ് തിരിച്ചു വരിക എന്ന് നിങ്ങൾ പറഞ്ഞ കാരണത്താൽ മാത്രമാണ് അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു, അദ്ദേഹം തിരിച്ചു വരികയില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. അഹമ്മദിയ ജമാഅത്തും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൽ പ്രധാനമായിട്ട് ഇന്നും അള്ളാഹുവിന്റെ കലാമിന്റെ ജ്ഞാനങ്ങൾ ഇൽഹാം മുഖേനയും വഹീകൾ മുഖേനയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി വരുമ്പോൾ അദ്ദേഹത്തിന് ഈസയിലേക്ക് അല്ലാഹു വഹി ഇറക്കും എന്ന് മുസ്ലിമിലുള്ള ഹദീസിലുണ്ട്. ആ ഹദീസിലുള്ള വഹി എന്തായിരിക്കും? ഈസാ നബിക്ക് ഇറക്കുന്ന വഹി മുസ്ലിമിൽ ഈസാ നബി വരുന്നത് എന്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി വരുന്നത് ഫഅമ്മക്കും മിൻകും, നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കുന്നതിന് വേണ്ടി എന്ന്. അതിനെ സഹാബത്ത് വ്യാഖ്യാനിച്ചത് ഫഅമ്മക്കും ബികിതാബി റബ്ബിക്കും അസ്സ വജല്ല വബിസുന്നതി നബിയിക്കും എന്നാണ്. റബ്ബുൽ ഇസ്സത്തിന്റെ കിതാബ് കൊണ്ടും നബി തങ്ങളുടെ സുന്നത്ത് കൊണ്ടും ഇമാമത്ത് വഹിക്കുന്ന ഈസാ ഇബ്നു മറിയം വരുമെന്ന്. ആ ഇമാമത്ത് വഹിക്കുന്നതിന് കിതാബുള്ളാഹും അല്ലാഹുവിന്റെ കിതാബും തിരുമേനിയുടെ സുന്നത്തും അനുസരിച്ച് ഇമാമത്ത് വഹിക്കുന്ന ഈസാ നബി വരുമ്പോൾ അദ്ദേഹത്തിന് വഹി ഉണ്ടാകുമെന്ന് അതേ മുസ്ലിമിൽ തന്നെയാണ് ഹദീസ് ഉള്ളത്. ബാബു ഖുറൂജുൽ ദജ്ജാലിൽ ഒരു നീണ്ട ഹദീസ്. അപ്പൊ ഇവിടെ വരാനിരിക്കുന്ന പ്രവാചകൻ അല്ലാഹുവിൽ നിന്ന് വഹി ഉണ്ടാകും. വഹി എന്തിനുണ്ടാകും? കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നതിന് വേണ്ടി. ഖുർആൻ വളരെ ശക്തമായി പറഞ്ഞത് അതാണ്. ആ ഖുർആനിൽ ആ വഹിയില്ലാത്ത ആളുകൾ പഠിപ്പിച്ചപ്പോൾ ഖുർആനിൽ ആയത്തുകൾ ഡേറ്റ് കഴിഞ്ഞ ആയത്തുകളാണെന്ന് തഫ്സീർ എഴുതേണ്ടി വന്നു. ഡേറ്റ് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ മൻസൂഖായത്, ദുർബലപ്പെട്ടത്. ആയത്തുണ്ട്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലത്രേ. ലൈസൻസ് കഴിഞ്ഞ തോക്ക് പോലെ ഉപയോഗിക്കാൻ പാടില്ല. പഴയ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണിന് മുമ്പ് ലൈസൻസ് കാലം കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടാവും, പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല. ഖുർആൻ ആയത്തിന്റെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല, ദുർബലപ്പെട്ടതാണ്. ഇനിയോ പ്രവർത്തനങ്ങളുണ്ട്, ആയത്തിനെ കാണാനല്ല. അങ്ങനെയുള്ള ആയത്തുകളുണ്ട്. ആയത്ത് പോയി, പക്ഷെ പ്രവർത്തനം ദുർബലപ്പെട്ടിട്ടില്ല. അത് ദുർബലപ്പെടുത്തപ്പെട്ട ആയത്തുകൾ വേറെ ആയത്ത് വന്നപ്പോ ഈ ആയത്ത് ദുർബലപ്പെട്ടു. ഒരായത്ത് രണ്ടാമതിറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങിയ ആയത്ത് ദുർബലപ്പെട്ടു. അതന്നല്ലേ തൗറാത്തിനും പറ്റിയത്. ഖുർആൻ ഇറങ്ങിയപ്പോൾ തൗറാത്ത് ദുർബലപ്പെട്ടു. അങ്ങനെ ആ ഖുർആനിലുള്ള ആയത്ത് വേറൊരു ഖുർആനിലെ ആയത്ത് ഇറങ്ങിയപ്പോൾ അതും ദുർബലപ്പെട്ടു. മൗദൂദി സാഹിബാകട്ടെ, മുജാഹിദുകളുടെ അമാനി മൗലവിയാകട്ടെ, സുന്നത്ത് ജമാഅത്തിലുള്ള ആളുകളാകട്ടെ, തബ്ലീഗുകാരാകട്ടെ, ചേകന്നൂരാകട്ടെ, എല്ലാവരും മലയാളത്തിൽ തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആയത്തുകൾ ദുർബലപ്പെട്ടത് ഖുർആനിലുണ്ട്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിനെ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ കാലം കഴിഞ്ഞ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നു. അഹമ്മദികൾ പറയുന്നു ബിസ്മില്ലാഹിയുടെ ബാ മുതൽ വന്നാസിന്റെ സീൻ വരെ ഒരൊറ്റ അക്ഷരവും ദുർബലപ്പെട്ടിട്ടില്ല. എല്ലാ ആയത്തുകളും ഇന്നും നിലവിലുള്ളതാണ്, അതിന്റെ പാഠങ്ങളുള്ളതാണ്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അത് ഏതായത്താണോ ദുർബലപ്പെട്ടു എന്ന് പറയുന്നത് അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഖുർആന്റെ ആയത്തുകൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പൂർവകാല മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അതിനെങ്ങനെ തേടിയെടുക്കണമെന്ന് ഞാൻ ആരംഭത്തിൽ പരാമർശിച്ചു. ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരൊറ്റ പ്രസ്ഥാനവും ലോകത്തിലില്ല. മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞ തഫ്സീർ മുഴുവനും പൂർണ്ണമായും അംഗീകരിക്കുന്ന ആരുമില്ല. ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ സാവി അതിനെ ഖണ്ഡിച്ചാൽ സാവിയുടെ എടുക്കും, ജലാലുദ്ദീൻ സുയൂത്തിയുടെ ഒഴിവാക്കും. ജലാലുദ്ദീൻ സുയൂത്തി പറയുന്ന കാര്യം പിൽക്കാലത്ത്
മൻസൂഖ് എന്ന് പറയുന്ന ആയത്തിനെ അദ്ദേഹം തന്നെ പിന്നീട് എഴുതുന്ന കിതാബിൽ അതിന് വ്യാഖ്യാനം എഴുതുന്നുണ്ട്. ജലാലൈനിൽ മൻസൂഖായ ആയത്തിന് ദുർറുൽ മൻസൂറിൽ വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഒരേ പണ്ഡിതൻ തന്നെ ഒരിക്കലൊന്നും പിന്നീട് അതിന് വ്യാഖ്യാനം ഉണ്ടാക്കുന്നു. ഒരു പണ്ഡിതൻ ദുർബലമാണെന്ന് പറയുന്ന ആയത്തിന് വേറൊരു പണ്ഡിതൻ തഫ്സീർ എഴുതുന്നു. ഒരു പണ്ഡിതൻ തഫ്സീർ എന്ന് എഴുതുന്ന ആയത്തിന് അതിന് മൻസൂഖാണെന്ന് വേറൊരാൾ പറയുന്നു. ഏത് ഖുർആനിലേക്കാണ് ക്ഷണിക്കുക? അതങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിന്റെ പുറത്തും. ഖുർആനിലെ ആയത്തുകളെല്ലാം പ്രായോഗികങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ പുറത്ത്, പ്രായോഗികങ്ങളല്ല എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ അകത്ത്. ഇസ്ലാമിന്റെ ആനപ്പുറല്ലേ? ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വ്യാഖ്യാനിച്ചത് വഹീന്റെ അടിസ്ഥാനത്തിൽ, നബി തിരുമേനിക്ക് ശേഷമുള്ള ആളുകൾ വഹീന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മഹ്ദി ഇമാം വരുമ്പോൾ അദ്ദേഹത്തിനും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ ലഭിക്കുമെന്നും അതനുസരിച്ച് ദീനിനെ നടത്തുമെന്നും പൂർവകാല പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഈസ ഇബ്നു മറിയം വരുമ്പോൾ അള്ളാഹുവിന്റെ വഹി ഉണ്ടാകുമെന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് വഹീന്റെ വാതിലെ കൊട്ടിയടച്ചിരിക്കുന്നു എന്നാണ് അഹ്മദിയത്തിനെ എതിർക്കുമ്പോൾ പറയുന്നത്. ഞാൻ വന്ന സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം. നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നത് വർഷപാതം കൊണ്ടാണെന്ന് പറഞ്ഞ ഖുർആൻ സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു. ഉണങ്ങിക്കിടക്കുന്ന ചെടികൾ മുളച്ചു പൊന്തി അതിൽ പച്ചളിപ്പുണ്ടാകുന്നു, അത് തണലേകുന്നു എന്നതുപോലെ നിർജീവങ്ങളാണെന്ന് പറയുന്ന ആയത്തുകൾക്ക് ദൈവികമായ വർഷപാതം ഇറങ്ങുമ്പോൾ, അള്ളാഹുവിൽ നിന്ന് അറിയിപ്പുകൾ, മഅരിഫത്തിന്റെ അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ അത് നിർജീവമല്ല സജീവമാണ് എന്ന് ജനങ്ങളോട് പറയുവാൻ അഹ്മദികൾക്ക് കഴിയുന്നു. ആ ഖുർആനെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിൽ നിന്ന് ഭാഷണം സിദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാൻ, അത് തന്റെ കഴിവല്ല, ഖുർആൻ ജീവനുള്ള ഗ്രന്ഥമാണ് എന്നതിന് തെളിവാണ് താനെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. ഖുർആനെ അനുഗമിച്ചുകൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെടുവാനും അള്ളാഹു എന്നോട് ഭാഷണം നടത്തുകയും ചെയ്യുമ്പോൾ അതെന്റെ കഴിവല്ല, മറിച്ച് ഈ ഖുർആനെ പിൻപറ്റുന്ന ആളെ അള്ളാഹുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. അത് വെറും വാക്കല്ല, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നോട് അല്ലാഹു അറിയിച്ചുവെന്നും അത് തികച്ചും പ്രത്യക്ഷരം പുലർന്നുവെന്നും കാണുമ്പോൾ ഈ ഖുർആൻ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹുമായി ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നു എന്നാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ ഒരു സജീവ ഗ്രന്ഥമാണ്, ജീവനുള്ള ഗ്രന്ഥമാണ് എന്നാണ് വന്നത്. ആ ഖുർആനെ അറിയിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാതെ, ആ പ്രവാചകനോടുള്ള അനുരക്തി ഇല്ലാതെ, ആ പ്രവാചക സ്നേഹമില്ലാതെ, ആ പ്രവാചകനിൽ തന്നെ വിലയം ചെയ്യാതെ, തന്നെ ഫനാക്കാതെ, തന്നെ മുഴുവൻ സമർപ്പിക്കാതെ, ആ പ്രവാചകനോടുള്ള സ്നേഹത്താൽ ഹൃദയം നിർഭരമാകാതെ അള്ളാഹുമായിട്ടുള്ള ഭാഷണം സംസിദ്ധമല്ലെന്ന് ആ ഖുർആൻ കൊണ്ട് സ്ഥാപിക്കുകയും തനിക്ക് കിട്ടിയത് മുഴുവൻ ഈ പ്രവാചകനെ പിൻപറ്റിയതിന്റെ പ്രവാചകന്റെ അനുഗ്രഹങ്ങളെ അനുധാവനം ചെയ്തതിൽ ലഭിച്ച ഭാഗ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ ജീവനുള്ള പ്രവാചകനാണ് എന്നാണ് ലോകത്തോട് പ്രഖ്യാപിച്ചത്. അതല്ലാതെ പ്രവാചകന്റെ 1400 ഇത്രാമത്തെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് കൊടികൾ വർണ്ണശബളമായ പരേഡുകൾ നടത്തിയത് കൊണ്ട് പ്രവാചകനല്ല ജീവിക്കുന്നത്, പ്രസ്ഥാനങ്ങളാണ് ജീവിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അതേ സമയത്ത് ഇന്ന് മഹാനായ ഈസാ നബിയെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക്, മഹാനായ മൂസാ നബി അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഇബ്രാഹിം നബിയെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് അവരുടെ സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയെ ഒഴിവാക്കാതെ പിൻപറ്റുക എന്നുള്ളതിന്
പിൻപറ്റുന്നത് മൊത്തത്തിലുള്ള പിൻപറ്റലുണ്ട്. അത് ഖുർആനെ പിൻപറ്റുമ്പോൾ എല്ലാ പ്രവാചകന്മാരെയും പിൻപറ്റേണ്ടി വരുന്നു. അതല്ലാതെ ഇബ്രാഹിം നബിയെ തനിയെ അനുധാവനം ചെയ്ത് മുഹമ്മദ് നബി അനുധാവനം ചെയ്യാത്ത ഒരാൾക്ക്, ഈസാ നബിയെ മാത്രം അനുധാവനം ചെയ്ത് മുഹമ്മദ് നബി അനുധാവനം ചെയ്യാത്ത ഒരാൾക്ക്, മൂസാ നബിയെ മാത്രം അനുഗമിച്ച് മുഹമ്മദ് നബിയെ അനുഗമിക്കാത്ത ഒരു വ്യക്തിക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനോ അതിനുള്ള തെളിവുകൾ നൽകുവാനോ സാധ്യമല്ല എന്നും ആ പ്രവാചകന്മാരെ മുഴുവൻ അനുധാവനം ചെയ്യുന്ന നില മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്യുമ്പോൾ സംസിദ്ധമാകുന്നുവെന്നും അവർക്ക് അള്ളാഹുവിന്റെ ഭാഷണം ലഭിക്കുന്നുവെന്നും അവരോട് അള്ളാഹു സംസാരിക്കുന്നുവെന്നും ജീവനുള്ള ദൈവത്തെ കാണാമെന്നും ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് ലോകത്തോട് പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല അതിന് തെളിവുകൾ നിരത്തി സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഖുർആന്റെ ജ്ഞാനങ്ങൾ പറയുന്ന വ്യക്തിക്ക് ഖുർആനിക ജ്ഞാനം അല്ലാഹു നൽകി എന്നതിന് ആയിരക്കണക്കിന് തെളിവുകൾ ദൃഷ്ടാന്തങ്ങളായി ലോകത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണ് ഖുർആനിക ജ്ഞാനം ഉണ്ടെന്ന് പറയുന്നത്. ആ പറയുന്ന ജ്ഞാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണ്, അത് ശരിയല്ല, ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്, മനുഷ്യ പ്രകൃതത്തിനോ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ നിയമത്തിനോ എതിരാണ്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ദൈവികമായി തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ഖുർആനിക ജ്ഞാനം, ഈ മഅരിഫത്തിന്റെ ഖജനാവ്, അതിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് വിശുദ്ധ ഖുർആനും നബിതിരുമേനി തങ്ങളുടെ സുന്നത്തിനും എതിരാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശുദ്ധ പ്രകൃതിക്കെതിരാണ്, അള്ളാഹു നൽകിയ ശുദ്ധ ബുദ്ധിക്കെതിരാണ് എന്ന് സ്ഥാപിച്ചാൽ താൻ വ്യാജനാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ദൈവിക ജ്ഞാനം ലഭിച്ചുവെങ്കിൽ ആ ജ്ഞാന നിർദ്ധരിയാണ് ഇന്ന് ലോകത്തെ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകത്ത് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകത്ത് പരക്കാനുള്ള കാരണം ലോകത്തെ ഏറ്റവും വലിയ ശക്തി അറിവിന്റെ ശക്തിയാണ്. അതിനേക്കാൾ വലിയ ഒരു ശക്തി ലോകത്തില്ല, അതിനേക്കാൾ വലിയൊരു സമ്പത്ത് ലോകത്തില്ല. ഏത് കച്ചവടമാകട്ടെ, ഏത് യുദ്ധതന്ത്രമാകട്ടെ, ഏത് പൊളിറ്റിക്കൽ ലൈനാവട്ടെ, ലോകത്തുള്ള ഏത് ശാഖയിലും മികച്ചു നിൽക്കുന്നത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിൽ സംശയമില്ല. ആ അറിവുകളുടെ കലവറയാണ് വിശുദ്ധ ഖുർആൻ. ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഭണ്ഡാരമാണ് വിശുദ്ധ ഖുർആൻ. ആ കലവറയാണ് തനിക്ക് നൽകിയിട്ടുള്ളത്, അതിൽ നിന്നാണ് തനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് എന്നതാണ് മിർസ ഗുലാം അഹ്മദ് അലി ഇസ്ലാമിന്റെ വാദം. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള സകല കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് എതിർത്തുകൊണ്ടിരിക്കുമ്പോഴും സാധാരണ ലോകത്ത് പ്രജനനത്തിന്, പ്രത്യുൽപാദനത്തിന് രണ്ട് സിസ്റ്റമാണ് നാം കാണുന്നത്. ഒന്ന്, ഒരേ ജീവി പിരിഞ്ഞുകൊണ്ട് പ്രത്യുൽപാദനം ഉണ്ടാവുക, അത് ഫോട്ടോ കോപ്പി പോലെ ഉണ്ടാവും. അമീബ പിരിഞ്ഞാൽ അതേ അമീബയെ പോലെ മറ്റൊന്ന് പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടാകുന്നത്. ഇവിടെ അമീബ പിരിയുമ്പോൾ പിരിയുന്ന പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണുന്നു. ഒന്നിനും വ്യത്യാസമില്ല. ജിന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിച്ച രണ്ടും ഒന്നാവാം. ഇന്ന സ്ഥലത്തെ പുള്ളിക്ക് പിരിച്ചത് ഇത്രയാണോ അത്രയാണോ തീരുമാനമെടുത്ത രണ്ടും ഒന്നാവാം. നബി തിരുമേനിയുടെ മുടിയാണോ ഇത് അല്ലേ എന്ന് തീരുമാനിച്ച ഒന്നാവാം. പക്ഷേ അമീബ പിരിയും പോലെ പിരിയാനല്ലാതെ, ഫോട്ടോ കോപ്പികൾ ഉണ്ടാവാനല്ലാതെ വളരാൻ സാധിക്കുന്നില്ല. പക്ഷേ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ക്രൈസ്തവരുടെ കോട്ടപത്തനങ്ങളിലും ജൂതരുടെ നെഞ്ചത്തും ഇസ്ലാമിനെ സ്ഥാപിക്കുന്നവരാണ്. ഇസ്രായേൽ ഹൈഫയിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ക്രൈസ്തവർക്കും ജൂതർക്കും മറുപടി നൽകിക്കൊണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട്, ആശയപരമായ പാപ്പരത്തരങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട്, യേശുവിനെ തങ്ങൾ ക്രൂശിച്ചു എന്ന് പറയുന്ന ജൂതന്റെ
പാപ്പരത്തരം വെളിപ്പെടുത്തുമ്പോൾ യേശു സ്വയം ക്രൂശിലേറി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ട് ഫലസ്തീനിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നു. 927 മുതൽ ലണ്ടന്റെ നെഞ്ചകത്തിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ എടുത്തു പറയുന്നു. ഇവിടെയൊക്കെ അറിവാണ് അഹ്മദിയത്തിന്റെ കയ്യിലുള്ളത്, വേറൊന്നുമല്ല. ലോകത്ത് അതിജയിക്കുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകിയത് അറിവിന്റെ കലവറയായ ഖുർആനാണെങ്കിൽ ആ ഖുർആൻ അറിവുകൊണ്ടാണ് ലോകത്ത് അഹ്മദിയത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മനസാക്ഷിക്കെതിരായ ഒരു വിശ്വാസം വെച്ചു പുലർത്തേണ്ട ആവശ്യമില്ല. ആ അറിവിന്റെ വ്യക്തമായ ധാരണയുടെ വെളിച്ചത്തിൽ മനസാക്ഷിക്കെതിരായ ഒരു ആചാരം നടത്തേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ കാരാഗ്രഹത്തിൽ ഏറ്റവും വലിയ ജയില് അവന്റെ മനസാക്ഷിയെ ജയിലിൽ ഇടുക എന്നുള്ളതാണ്. തുറന്ന മനസ്സോടുകൂടി, തുറന്ന ഹൃദയത്തോടുകൂടി, ബുദ്ധിയെ പണയം വെക്കാതെ അള്ളാഹു നൽകിയിട്ടുള്ള കലാമിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാനുള്ള കളമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് മുഖേന ഒരുക്കി വന്നത്. ആ കളത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അതിന് കാത്തിരിക്കുന്ന ആൾ ഇന്നാളാണ്, അല്ലെങ്കിൽ മിർസാ സാഹിബിന്റെ വാദങ്ങൾ ഇന്നത് ശരിയല്ല, അദ്ദേഹം ലോകത്തിന് എന്താണ് നൽകിയത് എന്നെല്ലാം ആലോചിക്കുന്നവരുണ്ട്. അവർ പഠിച്ചത് കാതുകുത്തുന്ന സ്ഥലത്ത് നിന്ന് മാംസം വാങ്ങാൻ പോയതുപോലെ അഹമ്മദിയത്തിനെ കുറിച്ച് എതിർത്തെഴുതിയിട്ടുള്ള ആളുകളുടെ കിതാബുകളുടെ ഏതെങ്കിലും പേജുകൾ വായിച്ച മുറി മുല്ലമാർ പറയുന്നതാണ് അഹമ്മദിയത്ത് എന്ന് പഠിച്ചുവെങ്കിൽ അഹമ്മദിയത്തിനെ കുറിച്ച് ശരിക്കും പഠിക്കുവാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചും അഹമ്മദിയത്ത് ഇസ്ലാമിന് അന്യമാണ് എന്ന് കരുതിയും നിൽക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ ഖുർആൻ അനുസരിച്ചാണ് ഹദ്റത്ത് മിർസാ ഗുലാം അഹ്മദ് അലി ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിന്റെ ഇമാമായി അംഗീകരിച്ചത്. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ടാണ്, തിരിച്ചറിഞ്ഞാണ് മിർസാ ഗുലാം അഹ്മദ് അലി ഇസ്ലാമിനെ അള്ളാഹുവെ ചാളാണെന്ന് അംഗീകരിച്ചത്. ലോകത്ത് ഞങ്ങൾ പരത്തുന്നത് വിശുദ്ധ ഖുർആന്റെ സ്വച്ഛമായ ആ അറിവിനെയാണ്, നബി തിരുമേനിയുടെ സ്വച്ഛമായ ആ പവിത്ര സുന്നത്തിനെയാണ്. അതിലെവിടെയും ഒരു വിധത്തിലുള്ള വൈപരീത്യവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ബാക്കി വിഷയങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാളെ പ്രതിപാദിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് സത്യം സത്യമാണെന്ന് മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമാണെന്ന് ഗ്രഹിക്കുവാനും സത്യത്തെ മാറോടണച്ചു നിർത്തുവാനും ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെയും അവസാനത്തെ തുള്ളി രക്തം വരെയും അവസാനത്തെ അനക്കം വരെയും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുവാനും ആ അവസാനം വരെയും ഇസ്ലാമിനെതിരായ സകലത്തിൽ നിന്നും വേറിട്ട് നിൽക്കുവാനും അതിനെ എതിർക്കുവാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ.